ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് നാണം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു പുസ്തക പ്രകാശനത്തിനിടെ നടത്തി. അമിത്ഷാ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിൻ്റെ ഛേദോപകാരം എന്താണെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി, ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി, സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൻ്റെ ഭാഗമായി, ജോലി സാധ്യതകളുടെ ഭാഗമായി ഇംഗ്ലീഷ് ഒരു പ്രധാന ഭാഷയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ നാണം തോന്നുന്ന ഒരു സാഹചര്യം, അവർക്ക് നാണം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അമിത്ഷായുടെയൊക്കെ മുൻഗാമികൾ ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ദ്രാവിഡന്മാരെയെല്ലാം അടിച്ചമർത്തി തങ്ങളുടെ ഒരു ഭാഷയുണ്ടാക്കി, ആ ഭാഷയിൽ സ്വന്തമായ വേദങ്ങളുണ്ടാക്കി, ആ വേദങ്ങൾ കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിരുന്ന, അറിവിനെ നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവരും അറിവ് നേടുന്ന, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ അതിപ്രസരത്തോടു കൂടി എല്ലാവരും അറിവ് നേടുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ അറിവ് നേടുന്നത് സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണോ അമിത്ഷാ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്.